എല്ലാ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. എന്തുകൊണ്ട് വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്ന് വീട്ടിലെ മുതിർന്നവർ ഉപദേശിച്ചാലും കുട്ടികൾ സാധാരണയായി അതത്ര കാര്യമാക്കാറില്ല. മൃതദേഹത്തെ തെക്ക് വടക്കായി കിടക്കുന്നതിൽ നിന്നും ഉണ്ടായ അന്ധവിശ്വാസം മൂലമാണ് ഇങ്ങനെ പറയുന്നതെന്ന് പുത്തൻ തലമുറയിലെ ചിലരെല്ലാം ഉത്തരം കണ്ടെന്നുമിരിക്കും. വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഉറങ്ങാൻ കിടക്കുമ്പോൾ തല വയ്ക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ആകുന്നതാണ് ഏറ്റവും ഉത്തമം. അതിന് കഴിയാതെ വന്നാൽ തെക്കോട്ടാകാം. കാന്തത്തിന് ആകർഷണ ശക്തി നൽകുന്നത് കാന്തിക ബലരേഖകൾ എന്ന മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് ആണ്. ഈ ബലരേഖകൾ ഉൾപ്പെടുന്ന കാന്ത മണ്ഡലമാണ് കാന്തിക ബലക്ഷേത്രം. ഓരോ കാന്തത്തിനും തെക്കൻ ധ്രുവവും വടക്കൻ ധ്രുവവും ഉണ്ട്. തെക്കുനിന്ന് ആരംഭിക്കുന്ന ബലരേഖകൾ വടക്കേ അഗ്രത്തിലാണ് അവസാനിക്കുന്നത്. മേൽപ്പറഞ്ഞ രീതിയിലുള്ള കാന്തിക ബലരേഖകൾ ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പുറപ്പെട്ട് ഉത്തര ധ്രുവത്തിൽ അവസാനിക്കുന്നു. ഭൂമിയുടെ ശക്തമായ ആകർഷണ ശക്തി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ നേർത്ത നിലയിലാണെങ്കിലും മനുഷ്യ ശരീരത്തിലും ഇത്തരമൊരു കാന്തിക മണ്ഡലം പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വടക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവും മനുഷ്യ ശരീരത്തിലെ കാന്തിക മണ്ഡലവും തമ്മിൽ വിരുദ്ധ ആകർഷണ ശക്തി ഉണ്ടാക്കുന്നു. ഇത് പതിവായി സംഭവിച്ചാൽ, അതായത് വടക്കോട്ട് തലവെച്ചുറങ്ങുന്നത് ഒരു ശീലമാക്കിയാൽ, വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നേർത്ത തോതിലുള്ള ഹിസ്റ്റീരിയയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതായി ആധുനിക വൈദ്യശാസ്ത്രം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്ത ദിവസം മറ്റൊന്നായി ഞാൻ വരും. നന്ദി, നമസ്കാരം.